ഇന്ന് നോമ്പുള്ളൊരു ദിവസമാണ് കേട്ടോ. നമുക്ക് മുഹറം 9ഉം 10ഉം നമ്മളെ നോമ്പാണ്. അതുകൊണ്ട് തന്നെ മദ്രസും സ്കൂളൊക്കെ ലീവാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധന സാമഗ്രികളൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ പിന്നെ നമ്മുടെ കട്ട്ലറ്റും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ട സാധനങ്ങൾ നമ്മൾ കുട്ടികളെ പറഞ്ഞയച്ചിട്ടൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മല്ലിച്ചപ്പും തൈരും ഇറച്ചിയും അതേമാതിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വലിയ ഉള്ളിയും പിന്നെന്താ നമ്മുടെ ഗരം മസാലയും ചെറുനാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. തക്കാളി നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തക്കാളി വാങ്ങിച്ചിട്ടില്ല. ഇത് നമ്മൾ 20 ഉറുപ്പ്യക്ക് വാങ്ങിയ മല്ലിച്ചപ്പും പുതിനയാണ് കേട്ടോ. അപ്പോൾ നിറയെ ഉണ്ട്. മല്ലിച്ചപ്പ് കുറച്ചേ ഉള്ളൂ കേട്ടോ, പക്ഷെ പുതിന നല്ലോണം കൂടുതലുണ്ട്. അപ്പോൾ നമ്മളവിടെ നന്നായിട്ട് എപ്പോൾ പോയാലും മല്ലിച്ചപ്പും പുതിനയും നമുക്ക് കിട്ടും കേട്ടോ. കാരണം ഇവിടെ എപ്പോൾ എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും ഇവിടെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും കിട്ടും. നമുക്ക് ഒരു 5 ഉറുപ്പ്യക്ക് വാങ്ങിയാലും ഒരു നേരം കറി വെക്കാൻ 2 നേരം കറി വെക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ ബിരിയാണിക്ക് ആവശ്യമുള്ള തക്കാളിയും പച്ചമുളകൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ആണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ പച്ചമുളക് നമ്മൾ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇതിൽ ഞാൻ കൊടുത്തിട്ടില്ല, കാരണം ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ കഴുകിയിട്ട് ഞാൻ പിന്നെ നമ്മുടെ കളർ പൊടിയും അതേമാതിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും തൈരും കൂടി ചേർത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. തൈര് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. നമ്മൾ ഇറച്ചി ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ തൈര് ചേർക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ, നമ്മൾ പൊരിക്കാനുള്ള ഇറച്ചിയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പും വേണ്ട ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ ഇതേപോലെയാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. ഒരു ഡപ്പയിലാക്കിയിട്ട് ഇതേപോലെ മൂടി വെക്കും. അപ്പോൾ ഇലകളൊന്നും ചീഞ്ഞ് പോവുകയോ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ.